ഡിസ്കഷനുണ്ടോ? ആ ഡിസ്കഷനിൽ ശിഖ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി ഇവിടുന്ന് വന്നിട്ടുണ്ട്. ശിഖയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 പ്രോജക്റ്റിന് വേണ്ടി പിടിച്ചോളാം. കാരണം 28 സംസ്ഥാനങ്ങൾക്കും 8 യൂണിയൻ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 36 പോയി. അവശേഷിക്കുന്ന 14 പ്രോജക്റ്റിൽ നിന്ന് കേരളത്തിന് രണ്ടാമത്തത് കിട്ടുന്ന തരത്തിൽ പ്രോജക്റ്റ് തരണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് ഇന്നലെ വന്നത്, തൃശ്ശൂരെത്തി. അപ്പൊ ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. 2 പദ്ധതികൾ കൂടി. ഒന്ന് മലമ്പുഴ ഉദ്യാനത്തിൽ ഒരു 4-5 വർഷമായിട്ട് അവിടെ പാലക്കാടുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ആതിഥേയരാണ്, ഞങ്ങൾക്ക് മാനക്കേടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ദുഷിച്ച ഒരവസ്ഥയിൽ, ഒരു ദുരന്താവസ്ഥയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞതിനെ മനഃപൂർവ്വം എടുത്ത് ആ പദ്ധതിയിൽ കയറ്റി അതിലും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. 59 കോടി 69 കോടി അതിനും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് കൃത്യമായി വിലയിരുത്തി ഇത് ഗുണഭോഗം എന്ന് പറയുന്നത് അതിന്റെ പാരമ്യതയിലാണ്. ഇത് പാരമ്യതയിലേക്ക് വളരുന്ന ഒരു സമ്പ്രദായമായി മാറും. അതിന് നമുക്കിപ്പോ തുടക്കം കുറിച്ച് വെക്കണം എന്ന് പറയുന്നതിന്റെ എല്ലാം ഒരു സോഷ്യൽ ഇവാലുവേഷൻ നടക്കും. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾക്കാണ് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ച് എനിക്കറിയാം. ഒരുപക്ഷെ പൂരത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ആറാട്ടുപുഴയിലാണ്. ഇവിടെ ഉണ്ടായ ഒരു അവഹേളനത്തിന്റെ പുറത്താണ് ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അവതാരമെടുക്കുന്നത്. അതൊരു അവതാര പുരുഷന്റെ മിടുക്കാണ് അല്ലെ. പക്ഷെ ആറാട്ടുപുഴ പൂരത്തിന് ഉറപ്പായിട്ട് അതിന്റെ സ്ഥാപിത കാലം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ, ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് കൊടുക്കപ്പെടേണ്ട മര്യാദ എന്താണെന്ന് സംസ്ഥാനം പറയട്ടെ, നമുക്ക് നോക്കാം. ഞാനിവിടെ തന്നെ ഉണ്ട്. പഞ്ചായത്തില് 9 അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഹൈവേയുടെ ടെമ്പിൾ റോഡ്, ഹൈവേയുടെ ഭാഗത്തിന്റെ കിഴക്ക് ഭാഗം, ടെമ്പിളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 10-30 വീടുകളിൽ ഇപ്പോഴും വെള്ളത്തിലുണ്ട്. കുറെ കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോ റോഡ് നിർമ്മാണം കാരണം വന്നതിന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ 6 വയറ് അവിടുത്തെ അല്ല 6 വേണം. 6 വേണം. വീഡിയോ